ഹായ്, ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമ വിദ്യാർത്ഥി ജിഷയുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് കാണാനിടയായി. അപ്പോൾ ആദ്യം ഞാനത് കണ്ടപ്പോൾ അത് ഫേക്ക് ആയിരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വിട്ടു. പക്ഷെ പിന്നീട് കുറേ പോസ്റ്റുകൾ അങ്ങനെ തന്നെ കാണുന്നു. അപ്പം ഞാൻ ഓരോ കമൻസും കയറി നോക്കിയതിൽ ഏറ്റവും കൂടുതൽ വേദനാപരമായിട്ടാണ് എല്ലാവരും കമൻസ് ഇട്ടേക്കുന്നത്. പാവം അമ്മ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ അമ്മ ജീവിച്ചത്. ആ മക്കൾക്ക് വേണ്ടി അവർ മോക്ക് വേണ്ടിയിട്ട് കുറേ പോരാട്ടം നടത്തി, വിജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലതരത്തിലുള്ള കമൻസുകൾ കണ്ടു. അതിലൊരു കമൻസ് കണ്ടു, ഈ മകൾ ജീവിച്ചിരുന്നെങ്കിൽ നിയമവിദ്യാർത്ഥി ജിഷയുടെ അമ്മ എന്നറിയപ്പെട്ടേനേമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കമൻസുകൾ ഞാൻ വായിച്ചു. ഞാൻ അങ്ങനെ ആരെയും പറ്റി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനൊന്നും അത്ര വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. അത്ര വലുതായിട്ടൊന്നല്ല, അറിയത്തില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് എത്ര അറിയത്തില്ല എന്ന് പറയുന്ന അറിയാവുന്ന വാക്കുകൾ വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് തുറന്ന് പറയണമെന്ന് തോന്നും അല്ലേ. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ്. അവർ മടിച്ചു വെക്കത്തില്ല, പുറത്തിങ്ങനെ കാണിക്കാതെ മുറുക്കി വെക്കത്തില്ല. എനിക്കിത് സമൂഹത്തോട് പറയണം, പക്ഷെ അത് പറയുന്നില്ല, അവിടെ ഇരിക്കട്ടെ, അങ്ങനെ ചിന്തിക്കത്തില്ല. സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നവർ അവർക്കറിയാവുന്ന രീതിയിലെങ്കിലും അത് സംസാരിക്കും. അത് എൻ്റെ ഒരു ശീലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലൊന്നും ഞാൻ തലയിടാറില്ല. ചിലത് എനിക്ക് കാണുമ്പം എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നും, അതിൽ മാത്രമേ ഞാൻ വരാറുള്ളൂ. അപ്പം ഇപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അവർ ജീവിച്ചിരുന്ന സമയത്ത് അവർ എത്രമാത്രം എത്ര നീചമായിട്ടും അത്ര വേദനാജനകമായിട്ടും ഒക്കെ അവരെ കമൻസിൽ കൂടെ വേദനിപ്പിച്ചിട്ടുള്ള, മുഖത്ത് നോക്കി വരെ ആട്ടിയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഉണ്ട്. അവർ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ശരിയാകാം, തെറ്റാകാം, അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ പൂർണ്ണ ശരികളല്ല. നമ്മൾ പൂർണ്ണ ശരികളാണെങ്കിൽ മാത്രമേ ഞാൻ നിന്റെ നേരെ വിരൽ ചൂണ്ടാൻ പാടുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ കഴിയാൻ പാടുള്ളൂ. കാരണം നമ്മൾ പൂർണ്ണമായിട്ടും ശരിയല്ല. നിങ്ങൾക്ക് ആർക്കെല്ലാം നിങ്ങളുടെ നെഞ്ചിൽ തൊട്ടിട്ട് പറയാമോ നിങ്ങൾ ശരിയാണെന്ന്? ഒരാളെ വിമർശിക്കുന്ന, ഒരാളെ തെറ്റുകാരാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ എല്ലാം തികഞ്ഞതാണ്, ഞാൻ പൂർണ്ണതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ നിങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് എവിടെയും പറയാം, ഒരിക്കലും കഴിയത്തില്ല. ഒരു മനുഷ്യനെന്ന് പറയുന്നത് തെറ്റുകളിൽ കൂടിയും പകുതി ശരികളിൽ കൂടിയും പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യൻ എന്നുള്ളത്. അത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്നതാണ്. ഇതിലും നിങ്ങൾ ശരിയും തെറ്റും കണ്ടെത്തുക തന്നെ ചെയ്യണം. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത്. എത്ര പേര് എൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കേൾക്കുന്നവർ ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഒരു കമൻസ്, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കമൻസ് ഇടാം. അത് വേറെ എനിക്ക് കമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ അവരെ വേദനിപ്പിക്കാമോ അങ്ങനെയൊക്കെ അവരെ വേദനിപ്പിക്കും. പക്ഷേ അവർ മരിച്ചു കഴിയുമ്പോൾ അവരെ പറ്റി നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് അവരുടെ ശരികൾ അപ്പം പറഞ്ഞ് നടക്കാൻ, നിങ്ങൾക്ക് അപ്പോൾ അവരെ ശരിയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ അപ്പോൾ അവരെ നല്ല വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ, അല്ലെ സഹതപിക്കാൻ. ഈ സഹതാപവും സ്നേഹവും ഒക്കെ വേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. ഒരുപക്ഷെ അവർ തെറ്റായിരിക്കും. തെറ്റാണെങ്കിൽ അവരെ കൈപിടിച്ച് ശരികളിലേക്ക് കൊണ്ടുവരേണ്ട ഓരോ വ്യക്തികളുമാണ്. ഈ നിങ്ങൾക്ക് ചൂഷണം ചെയ്യുന്ന ആ വ്യക്തികൾക്ക് അവരെ ശരികളിലേക്ക് കൊണ്ടെത്തിക്കാം. അവർ തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല, നോക്കാൻ നടക്കാറില്ല. പക്ഷെ അന്ന് അവർ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടതും കേട്ടതുമായ ഒരുപാട് കമൻസുകളുണ്ട്. ഇന്ന് അവർ മരിച്ചപ്പോഴും അതെല്ലാം ഓപ്പോസിറ്റ് നിൽക്കുകയാണ് കമൻസുകളെല്ലാം. അത് കണ്ടപ്പോൾ എനിക്ക് എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത്രയും ഒരു വേദനയാണ്. സത്യം, ഇതൊരു മനസ്സിൽ തോന്നിയ ഒരു വേദനയാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ, ഇന്ന് ഞാനായാലും നിങ്ങളായാലും ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മളെ എത്രമാത്രം കീറി മുറിക്കും. ആ വ്യക്തികൾ പിന്നെ അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് താങ്ങായി നിന്നവർ പിന്നെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, അല്ല ഞാനായിക്കോട്ടെ, മരിച്ചു കഴിയുമ്പോൾ വന്നിട്ട് നിങ്ങൾ ഒരു പൂച്ചെണ്ട് വെച്ചിട്ട് നിങ്ങൾ പ്രണാമം എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. നിങ്ങൾ വാക്കുകളിൽ കൂടി വന്ന ആ ഒരു തെറ്റ് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് എത്ര ശരിയാക്കാൻ നോക്കിയാലും. പണ്ടുള്ളവർ പറയാറില്ലേ, എറിയുന്ന കല്ലും
വായിന്ന് വീഴുന്നൊരു വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, തെറ്റായ വാക്കുകൾ വന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പേര് നാളെ ഞാൻ പശ്ചാത്തപിച്ചിട്ട് ഫലവുമില്ല. പക്ഷെ തെറ്റാണ് ഞാനത് ചെയ്തെന്ന് തിരിച്ചറിയുന്നിടത്ത് വെച്ച് ഞാനത് നിർത്തിയിട്ട് ഞാൻ ശരികളിൽ കൂടി പോവുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് പിന്നീടായാലും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് പൂർണ്ണമായിട്ട് തെറ്റുകൾ എത്രമാത്രം ആ വ്യക്തിയെ വേദനിപ്പിച്ചതാണ്, എത്രമാത്രം ആ അമ്മ കരഞ്ഞു വരെ വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ മരിച്ചത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക. ഈ അമ്മ മരിച്ചുപോയി, ആ മരിച്ച ഡെഡ് ബോഡി വെച്ചിട്ട് ഇതുവരെ അമ്മയെ കുത്തി റീച്ച് ഉണ്ടാക്കിയ ആൾക്കാർ, ചാനലുകാർ ഒക്കെ ഈ ശവം വെച്ചിട്ടൂടെ നിങ്ങളൊന്ന് റീച്ച് ഉണ്ടാക്കി കാണിക്കാവോ? എൻ്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, ബൈ.